നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഹെർണിയയുടെ വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് അടി വന്നൊരു കമൻ്റ് എന്ന് പറഞ്ഞാൽ 3 വർഷത്തിന് മുമ്പ് ഈ ഡോക്ടറെ ഞാൻ കണ്ടിരുന്നു, എന്നെ തന്നെ കണ്ടിരുന്നു. അദ്ദേഹം സർജറി നിർദ്ദേശിച്ചു. എനിക്ക് 3 വർഷമായിട്ടൊരു കുഴപ്പമില്ല. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് 3 വർഷമായിട്ട് ഹെർണിയ മാഞ്ഞു പോയൊന്നുമില്ലല്ലോ, ഹെർണിയ അവിടെ തന്നെ ഉണ്ടല്ലോ. ഹെർണിയ ഇരിക്കും തോറും അത് വലുതായിക്കൊണ്ടേയിരിക്കും. ഇപ്പം 3 വർഷത്തിനുണ്ട മുമ്പുള്ള സൈസ് ആയിരിക്കത്തില്ല 3 വർഷത്തിനിപ്പുറം അദ്ദേഹത്തിനുണ്ടാവുക. ആ സൈസ് കൂടിയിട്ടുണ്ട്, നിശ്ചയമായിട്ടും കൂടിയിട്ടുണ്ട്. കാരണം നമ്മൾ വെറുതെ കിടക്കില്ലല്ലോ, നമ്മളെപ്പോഴും എന്തെങ്കിലും എക്സസൈസോ കാര്യങ്ങളോ നടക്കി ഒഴിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് അയഞ്ഞ് ഈ ഹെർണിയ കൂടി വരും. അപ്പോൾ ചെയ്യാതിരുന്നാലുള്ള പ്രയാസം ഞാൻ പറയാം. ഇത് ഭൂരിപക്ഷം പേർക്കും ഇതുകൊണ്ട് അപകടമൊന്നും സംഭവിക്കാറില്ല, ഹെർണിയ ഇരുന്നുകൊണ്ട് അപകടമൊന്നും സംഭവിക്കാറില്ല. എന്നാൽ ഭൂരിപക്ഷം അല്ലാത്ത പക്ഷം ചിലവർക്കെങ്കിലും അപകടം ഗുരുതരാവസ്ഥയിലോട്ട് പോകാറുണ്ട്. അതായത് ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് സ്നീസ് ചെയ്യുമ്പോഴോ ഈ കുടലിൻ്റെ അനുബന്ധ ഭാഗങ്ങളോ ഈ തൊലിക്കനിയിലോട്ട് വന്നിരിക്കുന്നത് ഒന്ന് ടെസ്റ്റ് ചെയ്യുകയും ആ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പകരമായിട്ട് അതിനുള്ള രക്തക്കൊഴിയിലേക്ക് ടെസ്റ്റിങ് സംഭവിക്കുകയും അതിന് രക്തഓട്ടത്തിന് ശ്വാസം സംഭവിക്കുകയും ചെയ്യും. അപ്പം രക്തഓട്ടത്തിന് ഏത് അവയവത്തിന് രക്തഓട്ടത്തിന് ശ്വാസം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അവയവം നശിച്ചു പോകും. നമ്മുടെ രക്തം വഴിയാണ് ഓക്സിജൻ ഓരോ അവയവത്തിൻ്റെയും കോശങ്ങളെ എത്തിക്കുന്നത്. ഇപ്പം രക്തം ചെല്ലാത്തടത്തോളം അത് ദ്രവിച്ചു പോകും. ആ ദ്രവിച്ചു പോകുമ്പോൾ അത്രയും കുടൽ നശിക്കുകയും അതൊരു എമർജൻസി സർജറി വഴി ആ കുടൽ അത്രയും നീക്കം ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാക്കാം. എല്ലാവർക്കും ഉണ്ടാവുമെന്നല്ല. അതുകൊണ്ടിട്ടാണ് ഈ ഹെർണിയ എന്ന പ്രതിഭാസം കണ്ടു കഴിഞ്ഞാൽ സർജറി ചെയ്യാൻ എല്ലാ സർജന്മാരും, ഞാൻ മാത്രമല്ല എല്ലാ സർജന്മാരും നിർദ്ദേശിക്കും. അത് ഏത് തരത്തിൽ ചെയ്യണമെന്നുള്ള വേറെ കാര്യം. പക്ഷേ ഹെർണിയ നിലനിൽക്കും തോറും മരുന്ന് കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടിട്ടോ അതിൻ്റെ സൈസിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അത് കാലാന്തരേണ നിങ്ങൾ വയസ്സ് കൂടുന്തോറും പേശിയുടെ ബലം കുറയുക ചെയ്യുന്നത്. വയസ്സ് പേശിയുടെ ബലം കുറയ്ക്കുന്നതിന് ഒരു ഷാങ്കാണ്. ഇപ്പോൾ വയസ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ചലനം കൂടുന്നതനുസരിച്ചിട്ട് ഈ ഡിഫക്റ്റ്, അതൊരു വിള്ളലാണല്ലോ ഈ ഹെർണിയ എന്ന് പറയുന്നത്, ആ ഡിഫക്റ്റ് വലുതാവുകയും ഒരു പക്ഷേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കീബോർഡ് സർജറിയിലൂടെ അത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും. ചിലപ്പോൾ ഓപ്പൺ സർജറി വേണ്ടി വന്നേക്കാം. തന്നെയല്ല, നമ്മൾ ഒരു ഹെർണിയ സർജറി ചെയ്യുന്നു, ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആ ഏരിയയെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു നെറ്റിനെ അവിടെ സ്ഥാപിക്കാമെന്നോ. പ്രോലിടോപ്പി എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടുണ്ടാകുന്ന ഒരു മെറ്റീരിയലാണ്, ഒരു നെറ്റാണ് അവിടെ സ്ഥാപിക്കുന്നത്. ആ നെറ്റ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അടച്ചു വെക്കുന്നതല്ല. ആ നെറ്റ് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള റിയാക്ഷൻസാണ്. ആ നെറ്റിന് പുറത്തുള്ള ശരീരം തന്നെ ഒരു റിയാക്ഷനാണ്. ആ റിയാക്ഷനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ചെയ്യുന്നത്. അതായത് നമ്മൾ അവിടെ നെറ്റ് ഇരിക്കുന്നത് കൊണ്ട് ആ നെറ്റിനെ പുറന്തള്ളാൻ വേണ്ടി അതിന് എതിരായിട്ടുള്ള പ്രതിപ്രവർത്തനമൊക്കെ ഉണ്ടായതിനു ശേഷം ആ ഏരിയ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതാണ്, ഫൈബ്രോസ്റ്റായിട്ട്. അപ്പം ആ ഏരിയ പുറന്തള്ളലാണ് ഈ പ്രക്രിയയൊക്കെ ചെയ്തതെങ്കിലും പുറന്തള്ളപ്പെടുന്നില്ല. പക്ഷേ ആ പ്രക്രിയ കൊണ്ടിട്ട് ആ ഏരിയ ബലം, അതാണ് ഈ നെറ്റ് വെക്കുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് സാധാരണ രീതിയിൽ 4 to 5 സെൻറ്റിമീറ്റർ ഓവർലാപ്പ്, അതായത് ഒരു 3 സെൻറ്റിമീറ്റർ ഡിഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് വെക്കുന്നത് ഇങ്ങനെ പരത്തിയാണ് വെക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ നെറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഈ പുറന്തള്ളാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഈ നെറ്റ് ചുരുങ്ങിയും പോകും. ആ ചുരുങ്ങുന്ന സമയം കൊണ്ട് ചിലപ്പോൾ ഒരു 3 വർഷം 5 വർഷം കൊണ്ടിട്ട് ഈ നെറ്റിൻ്റെ സൈസ് കുറഞ്ഞാലും ഈ ദ്വാരത്തിനെ കടന്നു പോകാത്ത രീതിയിൽ നമ്മളതിനെ സ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രഥമമായ കർത്തവ്യം. അതുകൊണ്ടിട്ട് ഈ സൈസ് കൂടുന്നതനുസരിച്ച് ഇപ്പം 3 വർഷത്തിന് മുമ്പുള്ള ഒരാൾക്ക് ഉള്ള സൈസല്ല, അതിന് ശേഷം 3 വർഷം ശേഷം അത് വലുതായിക്കൊണ്ടിരിക്കും. ഈ നെറ്റിൻ്റെ സൈസും കൂട്ടേണ്ടി വരും. അത് കീഹോളായാലും കൂട്ടേണ്ടി വരും, ഓപ്പൺ സർജറി ആയാലും കൂട്ടേണ്ടി വരും. അപ്പം നമ്മൾ നേരത്തെ 3 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു, 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ഓവർലാപ്പിനോട് കൂട്ടിച്ചേർത്തുള്ള സൈസ് വേണം നമ്മൾ നിശ്ചയിക്കാൻ. അപ്പം മൊത്തത്തിൽ സൈസ് എല്ലാ സൈഡിലും കൂടുന്നതനുസരിച്ച് കൂടിയ സൈസ് ഉപയോഗിക്കേണ്ടി വരും.
ഓപ്പൺ സർജറിയിൽ അങ്ങനെ സൈസ് ചെയ്യാൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അതേ വലിപ്പത്തിലുള്ള സൈസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള സൈസ് ഉപയോഗിക്കുക. പക്ഷേ കീബോർഡ് സർജറി അങ്ങനെയല്ല, അതിന് മെക്കാനിസം ഡിഫറൻറ്റാണ്. കീബോർഡ് സർജറി ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കൂടെയാണ്, അതായത് നമ്മൾ സ്വൈറ്റിനകത്ത് ഭയങ്കര സ്പേഷ്യസ് ആവുള്ള ഏരിയയിൽ കയറിയിട്ട് മെഷീനെ നിവർത്തി വെക്കുക ചെയ്യും. ഓപ്പൺ സർജറി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര ഇൻസിഷൻ ഇടുന്നു, എത്ര മുറിവുണ്ടാക്കുമോ അത് ആ ലെവലിൽ എടുക്കാൻ പറ്റും. അപ്പം ഈ സാധ്യത കുറഞ്ഞു വരും വലിപ്പം കൂടുന്നതിന്. അതുകൊണ്ട് ഹെർണിയ കണ്ടാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കര കോംപ്ലിക്കേഷൻ വരുമെന്ന് വിചാരിച്ചിട്ടില്ല. കോംപ്ലിക്കേഷൻ വന്നാൽ ചിലപ്പം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന അല്ല നിയന്ത്രണ അതീതമാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഡസ്ട്രിയൻ പോലും മുറിച്ച് കളയേണ്ടി വരുമെന്നുള്ള തോന്നലുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഹെർണിയ 3 വർഷത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് ഞാൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് 3 വർഷം അത് നീട്ടിക്കൊണ്ടുപോയത് കൊണ്ട് ഹെർണിയ കുറയുന്നു, ഇനി അവിടെ തന്നെ ഉണ്ട്, അത് വലിപ്പം കൂടിയിട്ടുണ്ടാവും. ഇനിയും ഈ പറഞ്ഞ സാധ്യതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട്.